സോ ഗൈസ്, അങ്ങനെ ഇന്നാണ് ദ ഡേ. സിജോ കാട്ടുതീയുടെ കല്യാണ ദിവസം ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സംതിങ് വെരി സ്പെഷ്യൽ. കുറേ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. സ്പെഷ്യലിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ കാറിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. പഴംപൊരിയാ എന്റെ പൊന്നെ, കല്യാണത്തിന് പഴംപൊരി തിന്നോണ്ടിരിക്കുക. ഞാൻ ഡയറ്റില്ല, ഞാൻ ഡയറ്റിലല്ല എന്നുള്ള നാട്ടുകാർക്കൊക്കെ അറിയാം, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പൊ പഴംപൊരി വേണ്ട. ഇപ്പൊ പഴംപൊരി കഴിച്ചാൽ എന്താ അറിയോ, എനിക്ക് കുറച്ച് ഒന്നും കഴിക്കാൻ തോന്നില്ല. അതുണ്ട്, അത് വേറെ. ആ പെട്ടി ശോഭന പെട്ടി എടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ. ഇതാണ് യഥാർത്ഥത്തിൽ ശോഭ വിശ്വനാഥ് എന്ന് പറയുന്നത്. ആളുകളെ കൊണ്ട് പെട്ടി എടുത്ത് കൊണ്ടിരിക്കാൻ ഇത്തിരിയെങ്കിലും നിങ്ങൾക്ക് ലജ്ജയില്ലേ മേഡം? ഒരു ദിവസത്തെ പെട്ടിയാണ്. ഒരു ദിവസത്തെ പെട്ടിക്ക് ബിഗ് ബോസിൽ 100 ദിവസം മറ്റേ ഇത് കൊണ്ടുപോയ മാതിരി, സാരി കൊണ്ടുപോയ മാതിരി ഒറ്റ കല്യാണത്തിന് 10 സാരിയും കൊണ്ടുവന്ന ശോഭ. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ ബ്രോ? അത് ഡിക്കിൽ വെക്കാൻ പറ്റില്ല. ഇതൊന്നും പിടിക്കോ? നമുക്ക് ഇതിൽ വെക്കാം. ഇത് ഇത്രയും വലിയ പെട്ടി കൊണ്ടുവന്ന് നമുക്ക് ഡിക്കിൽ വെക്കാൻ പറ്റില്ല. ആ പെട്ടി നമുക്ക് അവിടെ അപ്പുറത്ത് വെച്ചാലോ? അപ്പുറത്തെ സൈഡിൽ വെക്കാം. സോറി ബ്രോ. ഇങ്ങനെ ഞങ്ങൾ പെട്ടി വെപ്പിച്ചിട്ട് ബാക്കി. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഓണർ ഉണ്ടായിരുന്ന ആള്. കിടിലൻ റിസോർട്ടാണ്. അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ സ്നേഹേൻ്റെ വ്ളോഗിലുണ്ട്. ഞാൻ അലമ്പ് വ്ളോഗ് ആയതുകൊണ്ടോ അതൊന്നും. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ബിഗ് ബോസിക്ക് 100 സാരി ഉണ്ടായ ആളാ. ഒറ്റ കല്യാണത്തിന് 10 സാരി കൊണ്ടാവും. 50 സാരിയാ? പൊന്നെ, വേറെന്തോ വിഷയമാണ് കഴിച്ചു. അപ്പൊ ഓക്കെ ബ്രോ, പോട്ടെ, ബൈ, താങ്ക് യു. ഞാൻ വരാം. ഞാന് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞങ്ങളോ വരുന്ന സമയത്ത് ബ്രോനെ വിളിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം സ്നേഹനൊക്കെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങിപ്പോയത് അറിയാം മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട്? 9:27 ഇറങ്ങിപ്പോയ സ്നേഹ ഇപ്പം ഇറങ്ങി വരുന്ന സമയം 3 മണിയാണ് ഗൈസ്. 5-6 മണിക്കൂർ. ഇതാണ് സ്നേഹ. ഇത് ഇന്ന സ്നേഹമല്ല. ദിസ് ഈസ് നോട്ട് മൈ സ്നേഹ. ഈ മേക്കപ്പ് ചേച്ചിട്ട് പറയട്ടെ, ആലപ്പുഴയിലെ ബീച്ചിന്റെ സൈഡില് ബീച്ചിക്ക് പോണ വഴിയുള്ള പാരീസ് ബ്യൂട്ടി പാർലർ ഉണ്ടോ? അവിടെ ചേച്ചി അടിപൊളിയായിട്ട് എനിക്ക് മേക്കപ്പ് തന്നു. എനിക്ക് സിജോന്റെ മധുരമേപ്പും ചേച്ചി ചെയ്തെന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തത്. കൊള്ളാല്ലേ? അടിപൊളിയില്ലേ? നന്നായില്ലേ? നമുക്കിതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് കാണുന്നവർ പറയട്ടെ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നമുക്ക് മേക്കപ്പ് ഒന്നുമില്ലടേ. നമ്മൾ ശേഷം പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകും, താടി ഒന്ന് മറ്റേ ട്രിം ചെയ്യും, മുടിയൊന്നും ഇങ്ങനെ എടുക്കും. നമ്മൾ കഴിഞ്ഞു നാച്ചുറൽ. സ്നേഹ മാത്രമല്ല, ഇവിടെ വേറെ പോസ്റ്റ് ആക്കിയ വേറൊരാളുണ്ട്, ശോഭ. രാവിലെ ഞാൻ നിങ്ങളോട് പെട്ടിക്കകത്ത് ഇത്രയും സാരി ഉണ്ടപ്പോൾ ആരും വിശ്വസിച്ച് കാണില്ല. ഒറ്റ കല്യാണത്തിന് 50 സാരി ആയിട്ട് വന്ന ശോഭ. 50 സാരി 50 വെറൈറ്റി ബ്ലൗസും അല്ല, അതെ. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ മാത്രമല്ല, എവിടെ പോകുമ്പോഴും 100 സാരി കൊണ്ടുപോകും. നമ്മുടെ ആലപ്പുഴ ബീച്ച് സൈഡിലുള്ള പാരീസ് ബ്യൂട്ടി പാർലർ. എന്നോട് പറഞ്ഞറിയോ പാരീസ് എന്ന ചേച്ചിയുടെ മോന്റെ പേരാണെന്ന്. മോന്റെ പേരല്ലേ? മൈക്കിൾ ജാക്സന്റെ മോൻ പാരീസിൽ. ആഷിഖ് മോറിസും പാരീസും. അപ്പം ആ ആളാണ് ഇതിന്റെ എല്ലാം. ചേച്ചി ഇനി പറയുന്നത് ഇവള് നാളെ ഞങ്ങൾക്ക് കൂട്ടിണ്ടായി ലണ്ടനിൽ വരുമോ? അങ്ങനെയാണ് ഈ പടിഞ്ഞാറ്റ് ടൂറിൽ നിന്ന്. അപ്പൊ എന്തായാലും നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണല്ലേ. അതെ, എന്തായാലും മേക്കപ്പ് ഡ്രസ്സിങ്ങും എല്ലാം ചെയ്തത് ചേച്ചിയാണ്. ഇങ്ങനെ പോയി പങ്കെടുത്താൽ മതി. എന്റെ സുന്ദരികളെ റെഡിയാക്കിയപ്പോ ഞാൻ ഹാപ്പി. ചേച്ചി ഇത് ഒറിജിനൽ കോലത്തിലാവാൻ എന്താ? ഇന്നലെ ഞാൻ വെള്ളം തേച്ചൊക്കെ തുടച്ചു നോക്കി, പോയില്ല. നിങ്ങക്ക് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയാലും അങ്ങനെ തന്നെ ഇരിക്കും. അല്ല, വരുന്ന ബ്രൈഡ്സ് ഓർക്കണം, അവര് ഇത്രയും ഒരുങ്ങി ഇത്രയും വെയിലത്ത് പോയിട്ട് ആ മേക്കപ്പിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതാണ് നമ്മുടെ പോയിന്റ്. ചേച്ചിക്ക് 22 വർഷത്തെ എക്സ്പീരിയൻസ്. ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് എന്റെ ബിഗ് ബോസിലെ കുട്ടികളെ കൂടെ ഒരുക്കാൻ.
അതെ, സായി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ മോന്റെ ഭയങ്കര ഫാനായിരുന്നു. പക്ഷെ അവൻ ഇവിടെ ഇല്ലാതെ ഇപ്പൊ രാജസ്ഥാനിലാണ്. പക്ഷെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് വിട്ടാലോ? ഹാപ്പി ആയില്ലേ? എനിക്കിപ്പോ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഫാൻസ് കേൾക്കുമ്പോ എനിക്ക് പേടിയാണ്. അല്ല, എന്താ പ്രശ്നം അറിയോ? ജെനുവിൻ ആണെങ്കിലും ഈ സ്നേഹം കൂടുന്നത് ഭയങ്കര, എനിക്കത് അല്ലല്ല ഇല്ല, ഒരു ട്രോളല്ല. ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയില്ല, ഇന്നോട് നിങ്ങൾ വെറുപ്പും ദേഷ്യവും കാണിക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ്. അവരെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം, സ്നേഹിക്കുന്നവരെ ഡീൽ ചെയ്യാൻ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇവിടെ മോൻ പറയാം, ആഷിക്കിനും പാരീസിനും ഭയങ്കര ഇഷ്ടമാണ് ഈ ശരിക്കും പറഞ്ഞ ഈ ബിഗ് ബോസ് പരിപാടി. അവര് ഫുഡ് കഴിക്കുന്ന പോലെ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാണുന്നത്. അപ്പൊ എന്നെ ഇങ്ങനെ പെടൽ പിടിച്ചിരുത്തിക്കൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇത് കാണ്. പക്ഷെ അത് നേരിട്ട് കാണാൻ അവര് വളരെ ഹാപ്പിയായി. അപ്പൊ ഓക്കെ, നമുക്ക് വിട്ടാലോ? താങ്ക് യു ചേച്ചി. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം ആലപ്പുഴയിൽ വരുമ്പോ നമുക്ക് മീറ്റ് ചെയ്യാം. ഓ ഷുവർ. ഓ അങ്ങനെ ഞാനും എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നു. അതെ, ഈ എന്തിനാ എക്കോ അടിക്കുന്നത്? എനിക്ക് എക്കോ അടിക്കാൻ, ഞാൻ ഒറ്റയ്ക്ക് എക്കോ അടിച്ചോണ്ട്. അപ്പൊ ഞങ്ങള് നേരെ പരിപാടിക്ക് പോവാണ്. കണ്ടാൽ നാട്ടുകാർ ഞെട്ടുന്ന എന്റെ കോസ്റ്റ്യൂം ഞാൻ കല്യാണത്തിന് ഇടുന്നില്ല. അത് ഞാൻ റിസപ്ഷൻ മാത്രമേ ഇടുന്നുള്ളൂ. ഈ ലേഡി കണ്ടു. എന്ത് ചെയ്യാനാ, കോസ്റ്റ്യൂം നമ്മൾ വാങ്ങുമ്പോ അങ്ങനെ സെലക്ട് ചെയ്യണം. ഫ്രം ദുബായ്. ട്രോൾമാർ നിങ്ങൾ ആഘോഷിക്കും. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? ഇതായത് കേരളത്തിലെ ഓൺലൈൻ മീഡിയാസ് എന്നോട് ചെയ്ത ചതി നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ 2-3 കല്യാണം മുമ്പ് വരെ സ്നേഹയ്ക്ക് 2000 രൂപേന്റെ ചെലവ് എനിക്ക് വന്നിട്ടുള്ളൂ. നിങ്ങളെല്ലാരും കൂടി വീഡിയോ എടുത്തിട്ട് കൊള്ളാം, സുന്ദരിയാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞ് കയറ്റി വിട്ട് ഇപ്പൊ ഓരോ കല്യാണത്തിനും 10-25,000 രൂപ ഇറക്കേണ്ട അവസ്ഥയാണ്. അടുത്തത് മുതൽ നിങ്ങൾ പൈസ കൊടുത്തോളൂ. ഞാൻ ചെലവാക്കൂല. മോട്ടറാക്കാൻ ഇവരെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ചേച്ചി അടിപൊളിയാണല്ലോ, ചേച്ചി സുന്ദരിയാണല്ലോ എന്ന് പറയും. ഓരോ വട്ടവും ഓരോ പുതിയ പാർലർ, പുതിയ ഡ്രസ്സ്. മോട്ടറാക്കാൻ ഒരു ബെസ്റ്റാണ്. നമ്മളെ രതീഷ് ഏട്ടനും ഫുൾ ഫാമിലി എല്ലാരും ഉണ്ട്. വേമ്പ അവിടെ തുടങ്ങി പരിപാടി. അതായത് സിജോന്റെ പരിപാടികൾ സ്നേഹത്തുണ്ട്. സിജോന്റെ പരിപാടികൾ അവിടെ വളരെ അടിപൊളി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ക്യാമറ പൊക്കി സംഗതികളൊക്കെ ഒന്ന് എടുത്ത് താഴ്ത്തി കുറേ പേര് യെസ് ബ്രോ. അപ്പോൾ അച്ഛൻ്റെ ശേഷം കലിപ്പച്ഛനാണ്. അച്ഛൻ ആദ്യം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ട് ആരും മൊബൈൽ ഫോൺ സാധനങ്ങൾ, ഒരു മാന്യമായ പരിപാടിയല്ലല്ലോ, ഒരു ദേവാലയത്തിനകത്ത് പരിപാടി നടക്കുമ്പോൾ എല്ലാവരും ഫോൺ പൊക്കി പിടിച്ച് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചധികം നേരം പരിപാടികൾ നടക്കും എന്നുള്ളത് കൊണ്ട് ഞാനും പുറത്തിറങ്ങി. ആൻഡ് ബാക്കി എല്ലാവരോടും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും കൊണ്ട് കട്ട് ചെയ്യിച്ചു. ആൻഡ് ഇനി ഞാൻ വേറെ കുറച്ച് ഭക്ഷണം കഴിക്കണം. രാവിലെ മുതലൊന്നും ശരിക്കും കഴിച്ചിട്ടില്ല. മേക്കപ്പിൻ്റെ പിന്നാലെ ഓടി ഇവിടെ പെട്ടെന്ന് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പരിപാടികൾ കുറച്ചധികം സമയം പിടിക്കും. അവിടെ ഇരിക്കുന്നില്ല. ഓക്കെ, നേരെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഞാനൊന്ന് സെറ്റിലാവട്ടെ. എന്നിട്ട് പരിപാടികളിൽ പോയിട്ട് പങ്കെടുക്കാം. ഞാൻ തലയിട്ട് എന്തെന്നാണ് ഇത്രയും സിമ്പിൾ ഡ്രസ്സോ? ഈ ആര് അപ്പുക്കുട്ടനോ? നമ്മുടെ അപ്പുക്കുട്ടൻ എത്തിയിരിക്കുകയാണ്. വളരെ സിമ്പിൾ ഡ്രസ്സ് ധരിച്ചിട്ടാണ് അപ്പുക്കുട്ടൻ എത്തിയിട്ടുള്ളത്. എന്തോന്നാണ് ഇത്? എടീ ഇവൻ ഇങ്ങനെ കയറ്റിക്കോ, അൽത്താരെ കൊണ്ടുപോയി നിർത്താം. ഒപ്പം അവിന്റെ കോസ്റ്റ്യൂം കൊള്ളാം. ഇതെവിടുന്ന മെനിക്കു ഡേബക്കോ? ഈ വൈകുന്നേരം എന്താ അൽത്തോ ബിഗ് ബോസ് എന്താണോ? ബിഗ് ബോസ് പോയാ പിന്നെ നിങ്ങൾ ട്വിൻസ് ആണോ? നന്ദനയുടെ കല്യാണം എന്നാണ്? നന്ദനയുടെ കല്യാണം എന്നാണ്? നന്ദനയുടെ കല്യാണം എന്നുള്ള അഭ്യൂഹം അറിഞ്ഞല്ലോ. പച്ചക്കുയിൽ അതെ, നന്ദന 6 പേരുള്ള ആരോ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു അഭ്യൂഹം കേൾക്കുന്നുണ്ട്. അഭിയേട്ടനോ? ഏതാ അഭിയേട്ടൻ? സ്നേഹ ചേച്ചിയുടെ കോസ്റ്റ്യൂം പുറത്ത് പറയണം. പ്ലീസ് ഒന്ന് പറയണം പ്ലീസ്.
അവിടെ നടക്കണേന്ന് മനസ്സിലാവണില്ല. ഇതിനിടയിൽ ഇവരെ കിട്ടാൻ ഭയങ്കര പാടാണ്. സിജുവിന്റെയും നിനുവിന്റെയും തല മാത്രം കിട്ടുന്നുണ്ട്. ഇതിനിടയിൽ എങ്ങനെ കണ്ടുപിടിക്കും ഇവര്? ഈ ക്യാമറ ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഉമ്മ കൊടുക്കുന്ന സീനാ, വെറുതെ അല്ല. കൊറേ ആൾക്കാർ ക്യാമറ നോക്കിയില്ല. അമ്പടാ, വെറുതെ അല്ല, ഉമ്മ കൊടുക്കുന്ന സീന്. ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോ ക്യാമറ കണ്ടു. അതാണ് ഇത്ര ആള്, അല്ലെങ്കിൽ ഇത്ര ആള് കാണൂല. ഉമ്മ കഴിഞ്ഞ എല്ലാരും പോകുന്നു. പ്രശസ്ത വ്ളോഗർ നിഷാന വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നിഷാന വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ അഭിഷേക് കല്യാണ ചെക്കൻ്റെ ഡ്രസ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഋഷിയുടെ റിസപ്ഷൻ വന്നപ്പോ ഞാൻ ഏറ്റവും കൂറ ഡ്രസ് പറഞ്ഞു. അത് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വരുവോടാ. ഞാൻ ഋഷിയുടെ റിസപ്ഷൻ വന്നപ്പോ ഞാൻ ഇതുപോലത്തെ ഡ്രസ്സാ ഇട്ടിരുന്നു. ഇവളെന്തെങ്ങനെ ഇത് ഇട്ടപ്പോ എല്ലാരും എന്നെ വിളിച്ചു, നീ തന്നെ എന്നോട് ചോദിച്ചു, നീ ബീച്ചിൽ പോവാണ്. എടാ ഇത് ബീച്ചല്ലേ, ഇതാണ് ആ തീം. സംഗതി ഋഷിന്റെ കല്യാണത്തിന് ഇവന് തെറ്റി. ഇതാണ് ബീച്ചിലാണ് ഈ തീം ഇടേണ്ടത്. അല്ലാതെ ബീച്ചിൽ ഈ ടെക്സീഡോ സാധനം ഇട്ടിട്ട് ആരെങ്കിലും വരുമോ? ജെയിംസ് ബോണ്ട് ലൈറ്റ് കൊള്ളാം. പക്ഷെ സാധനം രസമുണ്ട്, സെറ്റാണ്. ഒന്നും നോക്കണ്ട. ഇനി ആദ്യം നിന്ന് അയച്ചിട്ടുണ്ടോ ഈ സാധനം? അയക്കടാ. ഇല്ലടാ, ഇവിടെ കാറ്ററിംഗുകാർ മൊത്തം ചേച്ചിമാരാ. നമ്മളെ എല്ലാ പട്ടായ ടീംസ് എത്തിയിട്ടുണ്ട്. രാജേഷേട്ടൻ, ഷാനേട്ടൻ, ജിത്തുഭായ് പട്ടായ നെക്സ്റ്റ് ടീമാണ്. നാടന്റെ പട്ടായാണ്. അതെ, വിനേട്ടൻ എവിടെ? മെയിൻ പട്ടായ ആസിഫ് അലിയുടെ പാൻറ്റോ? ആസിഫ് അലിയുടെ പാൻറ്റാണ് വിനേട്ടൻ പറഞ്ഞത്. ഇവിടെ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാതൽ ബായ് എത്തിയിട്ടുണ്ട് കണ്ണട വെച്ചിട്ട്. കാതൽ ബായ് നോക്കി വൃത്തിയായിട്ട് മൊയിനൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഹായ് ടിക്കമ്മായി മാറി പച്ചക്കുയിൽ പുതിയ പച്ചക്കുയിലാണ്. ഞങ്ങളെ ഡയറക്ടർ വിനു. ഇത് ഞങ്ങളെ സ്വന്തം രതീഷേട്ടൻ. എവിടെ ബാക്കിയാണ്? ഇല്ല, ഡിക്കമ്മായിക്ക് ഇതിൽ സ്പേസ് ഇല്ല. ഡിക്കമ്മായിക്ക് സ്പേസ് ഇല്ല. ഞാൻ അവളുടെ പേര് മാറ്റിയതായിരുന്നു. ഡിക്കമ്മായി രജിസ്റ്റർ ആയിരിക്കുന്നു. ആ തലേന്റെ മുകളിൽ ഇങ്ങനെ ഇത് ഡിക്കമ്മായി. അഭിഷേക് അപ്പൊ ഞാൻ ഡ്രസ് മാറ്റാൻ പോട്ടെ. പരിപാടികൾ തുടങ്ങണം. ഡ്രസ് മാറ്റിയിട്ട് വരാം. എന്തിന് വിയറ്റ്നാമല്ല ഇവള് ഇവളെ ഇത് പോട്ടെ. ഇവളെ ഈ ഇതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം കൊണ്ടായാലും നമുക്ക് മനസ്സിലാവില്ല. ഉണ്ട് മര്യാദയ്ക്ക് എടുക്കുന്നുണ്ട്. മലപ്പുറത്ത് പറഞ്ഞിട്ട് ഇതാണ് സൗദി അറേബ്യ പറഞ്ഞുള്ള ഒരു വിശ്വസിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ പോകുന്നു. ബൈ. ഞങ്ങളുടെ മെയിൻ പട്ടായ അവിടെ ഉണ്ട്. വിനേട്ടൻ അവിടെ. ഇതാണോ ആസിഫ് അലിന്റെ കോസ്റ്റ്യൂം? ആയിട്ടില്ലേ? അത് എടാ ചാടി രക്ഷപ്പെടാ. ആസിഫ് അലിന്റെ കോസ്റ്റ്യൂം അല്ല, മൂപ്പര് മാറ്റി വേറെ ഉണ്ട്. അല്ലാറു മാറ്റി. ആസിഫ് അലിന്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ട് സാധനം പറ്റിച്ചു. ഇനിയിപ്പോ ഞാൻ അടുത്തിടാം. വരുന്നുണ്ടോ? അവരെത്തിയോ? അപ്പൊ ഞങ്ങളെല്ലാവരും സിജോന്റെ കല്യാണത്തിന് പോകുന്നതാണ്. എല്ലാരും ഉണ്ട്, നമ്മളെ എൻറ്റയർ ടീമുണ്ട്. ഉമ്മറ കാണിക്കാറില്ല. വയലൻസ് ആണല്ലോ തീം.
ദുബായിന്ന് വന്നൊരു സാധനം. അല്ല ഇത് സാധനം സെറ്റല്ലേ? കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഇന്നെങ്കിലും ഏറി പോലെ വിചാരിച്ചാണ്. ഇന്നാണ് എയറിൽ പോണേ. എല്ലാരും വന്ന് നോട്ടെ. പുതിയ ചാനലാണ് പച്ചക്കുയിൽ. പുതിയ ചാനലാ പച്ചക്കുയിൽ. പച്ചക്കുയിലോ അല്ല മഞ്ഞക്കുയില്? ഞാൻ പച്ചക്കുയിലിന് ഇന്റെ ചാനൽ പച്ചക്കുയിൽ. ഇതിന് നീലക്കുയിൽ നീലക്കുയിലിന്റെ ആൾക്കാരാ. ഞങ്ങള് മലപ്പുറത്ത് എയർ ടീംസ് ഇവിടെ ഉണ്ട്. ഞാനാണ് അംബാസഡർ. സായിയോ പറഞ്ഞ കാര്യമില്ല. Stronger than anyone I know. It's just my dreams. I hope that someday I shall hold. I found the love. You look Come on! ക്യാമറകളെല്ലാം ക്ലോസ് ആയിരിക്കുന്നു. അടിപൊളി. കഴിഞ്ഞില്ല ഇനി വരണത്. നമ്മളെ കാതർക്കയും മോയിനൊക്കെയും കൂടി രണ്ട്. കിക്കിന്റെ ബാക്കി ആൾക്കാരുണ്ട്. കിക്കിനെ ഞാണ്ടല്ലോ ബാക്കി. എന്താ വരുന്നത്? ഞാൻ വരുന്നത്. സ്നേഹ പോയിട്ട് ഇതിട്ട് വന്നിട്ടില്ല. സ്നേഹ എന്ത് സീക്രട്ട് ഏജന്റ് ഒരു സീക്രട്ടും ആയിട്ടാണ് വന്നേക്കുന്നത് ഷോട്ടിന്റെ പിന്നിൽ. വേണ്ട. അന്റെ ഇതേ ഇല്ല. കൊളാബ് വേണം. ഞാൻ കൊളാബ് ചെയ്തു. ചെയ്യാ. അല്ല ഇവർ രണ്ടാള് നിർത്തിയിട്ട് ഇങ്ങനെ. അത് വേറെ സാധനം. പടാ ഇന്ന് നിന്റെ മുൻഭാഗല്ല, നിന്റെ പിൻഭാഗം. രണ്ടാളും ഇങ്ങനെ നിൽക്കാണ്. വയലൻസ് ആണ് ട്രെൻഡ് ഇപ്പൊ. ഞാൻ കാലൊക്കെ താഴെ ഉണ്ടോ? ഓക്കെ അല്ലേ? അതെ എന്റെ ഭാര്യ ഇല്ലട്ടോ. എന്റെ ഭാര്യ ഇല്ല. ഇനി ഞാൻ ബാച്ചുലർ ലൈഫ് സിജോ. എടാ ഞാൻ ബാച്ചുലർ ലൈഫ് കേട്ടോ. അപ്പൊ സ്നേഹല്ല. ഞാൻ ബാച്ചുലറാണ്. ബാച്ചുലർ. എടാ സ്നേഹം ഇവിടെ ഇല്ല. ഈ ഡിസ്ട്രിക്റ്റിലില്ല. സ്നേഹം ഒരുങ്ങണുള്ളൂ. സ്നേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ബാച്ചുലർ ലൈഫാണ്. ഇനി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി. യെസ്, ഡിക്കമ്മായി വ്ളോഗ്സ് തകർക്കുകയാണ്. ഇവിടെ ശോഭയുണ്ട്, നന്ദനയുണ്ട്, വിനു ബ്രോ ഉണ്ട്, സിബിനുണ്ട്, നമ്മുടെ അപ്പുക്കുട്ടനുണ്ട്. അത്ര ആൾക്കാരേ ഉള്ളൂ. ബിഗ് ബോസ് ഇത്ര ആൾക്കാരെ വന്നുള്ളൂ. ബാക്കിയുള്ളവർ വരും അല്ലേ? സബ്സ്ക്രൈബ് എല്ലാവർക്കും അടിച്ചു കൊടുക്കണം പ്ലീസ്. അരി വാങ്ങിക്കുള്ളത് അടിച്ചു കൊടുക്കണം. വൃത്തിയായിട്ടാണ് ബ്ലഡിപ്പോൾ. അതെ ഞങ്ങള് നോട്ടെ ഫോൺ ഓഫ് ആയോ? ഒന്നുകൂടി ഞങ്ങളെ സ്വന്തം രതീഷ് ഭായി തിരികെയാണ്. അതെ, ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഒറ്റ ആഴ്ച കൊണ്ട് 100 ദിവസത്തെ കണ്ടന്റ് കൊടുത്തു പോയ നമ്മളെ രതീഷ്. ഗിന്നസ് റെക്കോർഡ് ഇങ്ങനെ ശരിക്കും റെക്കോർഡ് തരണം കേക്ക്. തീർച്ചയായിട്ടും.
ഭാര്യയെ കൊല്ലുന്നത് ഇഷ്ടമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ്. അയ്യോ ആ ഭാര്യനെ വെറുതെ പറഞ്ഞേ, എന്റെ ഭാര്യനെ വെറുതെ പറഞ്ഞേ, ഭാര്യനെ പറഞ്ഞേ. വാ, ഇവിടെ ഈ സ്ത്രീ ജനങ്ങൾ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല ഈ വേറെ ആര് സ്വയമായിട്ട് ചെയ്തിട്ടും ജാസ്മിൻ സ്വയമായിട്ട് ചെയ്യണം. ബ്യൂട്ടി വ്ളോഗർ എന്താണ് ഗബ്രി വരുന്ന അപ്പൊ അവര് പറയണേ കോസ്റ്റ്യൂം ഒക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ, നല്ല കോസ്റ്റ്യൂം ഓൺലൈൻ വീഡിയോ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വരുന്ന വഴിക്ക് ഏതോ ഒരു കടയിൽ കയറി എടുത്തിട്ടുണ്ട്. ഇല്ല ഏതോ കടയില്ല, ഏതോ ഫാബിന്റെ സാധനം തെറ്റാ. നിങ്ങൾക്ക് ബീച്ചിൽ പോകുമ്പോ സൂട്ടിട്ട് പോകേണ്ട അടുത്ത് ബീച്ച് ഡ്രസ് ഇട്ട് പോകുന്ന ഒരാളെ കാണണം. അത് ഞാൻ ഇവ അപ്പുക്കുട്ടൻ, കറക്റ്റ് അപ്പുക്കുട്ടൻ. മോളെ സ്നേഹ അല്ല മോളെ സ്നേഹ എത്ര മണിക്കാ എത്ര മണിക്കാണ് മേക്കപ്പ് ചെയ്യാൻ പോയെ? ചോയ്ക്കടി പെങ്ങളെ, ചോയ്ക്ക്. അതെ, ഞാനിവിടെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. അതെ, ഡിക്കമ്മായി ആ പേര് കേട്ടോ, നിഷാനന്റെ പുതിയ ഓഫീസ് ഡിക്കമ്മായി. അർജുനോ ആയിക്കറാൻ പാടില്ല. അതല്ല ഞാൻ പറയാം, നമ്മളെ സിനിമയിൽ ഒരു ക്യാരക്ടർ ഡിക്കമ്മായി, ഓർമ്മ ഉണ്ടാ? പണ്ടത്തെ ഒരു പടത്തില് ഇത് നമ്മളെ മറ്റേ ഇങ്ങനെ ചെയ്തത്. എടാ അനക്കറിയാം ഡിക്കമ്മായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ലേ ഒരു പടത്തില്? ഡിക്കമ്മായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ലേ? ഡിക്കമ്മായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ലേ? ഡിക്കമ്മായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ലേ മലയാള സിനിമയിൽ? ഡിക്കമ്മായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് നോട്ടെ ഇല്ല, ഇക്കിളിച്ചാട്ടത്ത് ഈ ലുക്കിനും ശരിയാവില്ല. നോ ഗൈസ്, നോ ഗൈസ്, നോ. ഓ ഗൈസ്, ഞങ്ങൾ ഈ സാധനം വാങ്ങണം. നീ പോക്കറ്റ് എന്താ പറഞ്ഞു കൊടുത്താ ഞങ്ങൾ മേടിക്കും, പിന്നെ ഞങ്ങൾ വാങ്ങും. ഗബ്രീന്റെ ഫോൺ കാണാതായി ഗൈസ്, അതാണ് സ്കെയർ കിട്ടി. അതെന്താ എടി എൻ്റെ മാത്രം വെറും കൊതി, എൻ്റെ മാത്രം ആ സാധനം ഇട്ടാനുള്ള കൊതി ഗൈസ്. ഇവള് വെറും കൊതിച്ചാണ് സംഗതി, അവളെ മാത്രം നിൽക്കാനുള്ള കൊതിയായിരുന്നു ആ സമയം, വേറെ ഒന്നുമല്ല. ഡാ കോട്ടൂരടാ ഇവരെ കാണാൻ കറക്റ്റ് പാര വന്നിട്ടുണ്ടോ? WWF ഷെയ്മിസ് ഇല്ലേ? WWF ഷെയ്മിസ് മറ്റേ ഷെയ്മിസിലാണോ? ഓ സ്നേഹ അടിപൊളിയല്ലേ? സ്നേഹ അഭിഷേകിന്റെ അടുത്തിരുന്നപ്പോഴത്തേക്ക് നന്ദനയ്ക്ക് പൊട്ടി. മോളെ എന്റെ കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചാട്ടം. ഇവിടെ പറയലടാ, ഞാൻ സത്യസന്ധമായി എന്നോട് കാര്യം പറയട്ടെ. ഈ ഓൺലൈൻ മീഡിയക്കാര് ഓരോ കല്യാണത്തിന് വരുമ്പോഴും സ്നേഹനോട് സുന്ദരിയാണ്, ഭംഗിയുണ്ട്, ഔട്ട്ഫിറ്റ് കൊള്ളാന്ന് പറയും. ഇപ്പൊ എന്താ ഉണ്ടായറിയാം? ആദ്യം സ്നേഹന കല്യാണത്തിന് കൊണ്ടുപോകുമ്പോ 2000 രൂപേന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ സ്നേഹന കല്യാണത്തിന് കൊണ്ടുപോകുമ്പോ അത് 50,000 75,000. ഇവളെ കേറ്റി വിട്ട് വിളി കേറി പോണടാ. എന്താ പറയണേ? അണക്ക് എന്റെ കാരണം കൊണ്ടല്ലേ തെറിവ് കിട്ടണേ. ഇവളെന്താ കിട്ടണറിയോ? എന്റെ കാരണം കൊണ്ട്. ഞാൻ പണ്ണമ്മായി. എന്താണ് വാഗൊണ്ട് 3 5 എടീ പാവം കൊച്ചു ചെയ്ത പരിപാടി അറിയാം എനിക്ക്. സ്വഭാവം പുറത്തിയാടി മോളെ. വേണ്ട എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്.
ഇല്ലല്ല ഇതൊന്നുമില്ല, വേറെ ഞാൻ കാണിച്ചരാ. ഇത് വിടടാ ഞാൻ കാണിച്ചരാ. ഇവള് നടുവില്, ജാസ്മിൻ അപ്പുറത്ത്. ഇവള് ഇങ്ങനെ നിന്നിട്ട് ചാടി ഇല്ലേ? ഞാൻ മനസ്സിൽ ആശ്വസിക്കുകയാണ്. പോയി ആക്ച്വലി നന്ദന വന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഒക്കെ എന്താ ഇവിടെ സൗണ്ട് കൂട്ടി എവിടെയെങ്കിലും മുകളിൽ ഇടേണ്ടി വരുമല്ലോ. അല്ല പ്രശ്നമില്ല. ഈ പറയുന്ന ഗബ്രിയില്ലേ, ഗബ്രി അർജുന ഒരു വട്ടെ ഇവളെ ഓടിച്ചിട്ടിട്ട് എന്തോ ആളുകളെ ശക്തിയാണ്. കാരണം തമാശയിൽ ആളുകളെ ശക്തിയാണ്. ഞങ്ങളതാ പറയുന്നത്. നിനക്ക് കണ്ടില്ലടാ ഇതൊരാണാണോ സംശയമില്ലേ? വീട്ടുകാർ പറഞ്ഞു വീട്ടുകാർ മറ്റേ ആ ഒരു ഇതില്ലേ കുടത്തിൽ വെള്ളം ഇടുന്നത് അവരെല്ലാം അഭിഷേക് ഇപ്പൊ ആരും തള്ളിയിടും. നോക്കിയപ്പോ നീ ഒറ്റ തള്ള. ഞാന് അർജുനും ഞാനും കൂടിയിട്ട് എന്തോ ബലൂൺ ടാസ്ക് അല്ലല്ല ബലൂൺ ടാസ്കിനേക്കാളും അതിന് രാത്രി ഞങ്ങൾ ഇവളെ ഓടിച്ചിട്ട് പിടിച്ചത്. ഇവളെ ഓടിച്ചിട്ടല്ല, ഇവളുടെ എന്തോ സാധനം എടുത്തോണ്ട് ഓടി. ഇവള് പിടുത്തം പിടിച്ചിട്ടല്ല, തൂക്കിയെടുത്ത് എന്റെ ഒരു അട്ടിരിപ്പിച്ചു. ആരോഗ്യം ഭയങ്കര ആരോഗ്യമാണ്. ഞാൻ സീരിയസ്ലി പറയുക ഗൈസ്, ഇവളെ ആരോഗ്യം ഭയങ്കര ആരോഗ്യമാണ്. ബലൂൺ ടാസ്കിൽ അർജുന്റെ കോമഡി ആക്കണോ? അർജുൻ ഇവിടെ എവിടെയുണ്ട്? ചുറ്റിക്കറങ്ങി നടക്കുന്നു. വന്നിട്ട് പോയതോ? ഞങ്ങളൊരു സാധനം വ്ളോഗാണ് മനുഷ്യ. ജെ കഴിഞ്ഞ അഡ്വഞ്ചറസ് റൈഡ് നമ്മുടെ നോറ ചെയ്തതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ബാംഗ്ലൂരിക്കല്ല, ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്നത്. പറയൂ. കാറില്. സോ എവരിവൺ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം എല്ലാരും. ഫുഡ് കഴിക്കാൻ പോവാ. ഓണേറെ മോനെ ശരിക്കും സൂമേടാ. അല്ല ചെയ്തോ? പച്ചക്കുയിൽ മീഡിയ ഋഷിയുടെ മുടിയുടെ ബാക്കിലേക്ക്. അങ്ങനെ അപ്പുക്കുട്ടൻ എവിടെ പോയി കിടക്കിയത്? ഈ എവിടെ പോയി കിടക്കിയത്? എവിടെ ചെയ്തു? അന്നെ എല്ലാ കംപ്ലീറ്റ് ചാനലുകാരും എന്നെ വഷളാക്കി ഞാൻ അറിഞ്ഞു. എന്നോട് ഭംഗിയുണ്ട് ഈ സത്യം. അയ്യോ മീഡിയ നന്ദനാസി അരി മേടിക്കുന്നു. അല്ല ഋഷി ഒറ്റ ചോദ്യം. ഇങ്ങനെ നടന്നാ മതിയോ? ഇങ്ങനെ ഇരുന്നാ മതി. ഇല്ലേ? അല്ലല്ല എനിക്ക് വേറെ സാധനം കിട്ടി. ഉറപ്പല്ലേ? ഉറപ്പാണോ? ഇനി എപ്പോഴാ സമയം? 38 വയസ്സായി. 35 കഴിഞ്ഞിട്ടല്ലേ? കണ്ടുവച്ചിട്ടുണ്ടോ? ഇതെന്തത്? അല്ലല്ല ഇതിന് 10 ഡയലോഗ് പറയണ്ട. ഒന്ന് ഇങ്ങനെ ഞങ്ങള് ബിഗ് ബോസിലുള്ള സമയത്ത് ഇനി ഇവളെയും സിജോനെയും വെച്ച് പെങ്ങള് പാസ് എന്ന് പറഞ്ഞ വൃത്തികെട്ടോളാണ് ഇവൾ. പൊക്കിയടി. അതെ ഫുൾ ടൈം. അതെ ഇല്ല ഇവള് പറഞ്ഞില്ലേ ശരി. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ഇനി പോവാണ്. ബാക്കി DJ പരിപാടി ആവുമ്പോ ആരാണ്? ജാൻമണിയോ? അങ്ങനെ നമ്മുടെ അഖിൽമാരും എത്തിയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിലുണ്ട്. നമുക്ക് പോടാ. നായകൻ ഞങ്ങള് കൊടുത്ത ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്ത മിഠായി ഗിഫ്റ്റ് എല്ലാവർക്കും. ഞാൻ തന്നെ ഏതാടാ ആ കൊടുക്കാം. എന്നാ പൊളിക്കാം
പൊളിക്കാം സാധനം കഴിഞ്ഞിട്ടില്ല മൊത്തത്തില്. എടുക്കല്ലേ. ഇത് മൊത്തത്തിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാം മൊത്തമായിട്ട് മതി. ഇത് പൊളിച്ചിട്ട് കംപ്ലീറ്റ് തന്നാ പോരെ. സാധനം സെറ്റാണ്. ആരെ കൊടുത്തു എന്നാലും കൊടുത്തു. അതെ സംഗതി സിജോ മിഠായി വൈറലായി തോന്നുന്നു. ഷുഗർ മിൽസ്. ഹൗ ഈസ് യുവർ മാരീഡ് ലൈഫ്? സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഞങ്ങള് നിങ്ങളറിയാതെ ഒരു സാധനമായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. പറയട്ടെ, നമ്മളെ പട്ടായ പോക്ക്. ഞാൻ വൈഫിന്റെ നമ്പർ തരാം. എന്റെ വൈഫിനൊന്ന് കൊണ്ടോണം പ്ലീസ്. എങ്ങനെയും കൊണ്ടോണം സ്നേഹനെ. അല്ല മോളെ, എന്തത് കൊണ്ടുപോകും. സ്വന്തം യാതിൽ വരുന്നത് പൊന്നു മക്കളെ. സിജോടെ കാട്ടുതീ, കൊളുത്തി വിട്ട കാട്ടുതീ ഇപ്പൊ ഇവിടെ കത്തും. സിജോന്റെ ഫ്ലെക്സ്. ഒറ്റൊന്നു പോലും ഇടാതെ വെല്ലുവിളിച്ച ജാസ്മിൻ ജാഫർ. ഇട്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് മാരാരി വില്ലേജ്. താങ്ക് യു സോ മച്ച് മാരാരി അയ്യോ വിഴരുതേ. വിഴല്ലേ. 4 ഫ്ലിപ്പ് ചെയ്യേണ്ടി വരണം. അടുത്തതായിട്ട് ഉപഹാരം കൊടുക്കാനായിട്ട് പ്രശസ്ത റഹ്മാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗബ്രി ഓക്കെടാ. ഓക്കെ ഒന്ന്. അല്ല മോളെ, ഞാൻ 2 റെഡ്. 3 റെഡ് അയക്കുക. 3 കൂടുതൽ പറ്റൂല. അഭിഷേക് ശ്രീകുമാറിന് ഇത് ഹീറോ മെറ്റീരിയൽ ആവാനുള്ള അപ്സര, ഫേമസ് ആക്ട്രസ് കം ബിഗ് ബോസ് ഫെയിം കം സീരിയൽ ഫെയിം കം. മതിയില്ലേ? ഇത്ര മതിയോ? എല്ലാരും വിളിച്ച് സ്റ്റേജിൽ കയറ്റി അങ്ങനെ തുള്ളിച്ചിരിക്കുകയാണ്. റഷീല വൈഫുണ്ട്. എങ്ങനെയുണ്ട് മികച്ച തീരുമാനം? എല്ലാരും കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിട്ട് ഇടയിൽ കൂടി നൈസായിട്ട് എല്ലാരും കയറ്റി ഞാൻ സ്കൂട്ട് അടിച്ച്. ഇവരെന്തോ പ്ലാനിങ്ങിലാണ്, കൊടൂരമായ പ്ലാനിങ്ങിലാണ്. ഈ അപ്പടി ബോർഡൊന്ന് മാറ്റാൻ പറ്റും. ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ എൻറ്റയർ നൈറ്റ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഷാലുവാണ്. പിന്നെ നമ്മുടെ പാർട്ട്ണറോടെ പോയി അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ അൽത്താഫുമാണ്. ഭക്ഷണം കഴിച്ചോള്? ഒന്നും കഴിച്ചിട്ടില്ല. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പോണം. അപ്പടി ബോർഡൊന്നുമില്ല. 10 പീസ് ദില്ലാണ് ഞാൻ പറഞ്ഞത്. 10 പീസ് ദില്ല് ഞാൻ പറഞ്ഞു പോയി. ഇനി കിട്ടില്ല. 10 പീസ് ദില്ല് പറഞ്ഞു പോയി. എടി 10 പീസ് ദില്ല് ഓണാക്കി ഇനി എന്ത് ചെയ്യാ? അതെ, ഞങ്ങളെല്ലാരും കളിയാൻ പോകണം.
എല്ലാവർക്കും കാണിച്ചു തരാം. അല്ലല്ല എല്ലാവർക്കും കാണിച്ചു തരാം. സിജോ ആ പിടിച്ചോ നിക്കണം. സിജോ അടുക്ക് എല്ലാവർക്കും സെറ്റ് ആയി തരാം. സിജോനെ പിടിച്ചെടുത്ത വാ 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 സിജോ പിടിച്ചേക്ക്. വാ ലിനുവാ സൂപ്പർ. സൂപ്പർ സാധനം. ലിനു കണ്ടാ സൂപ്പർ. അറിയോ എയർ ഓൺ എയർ ഇവൻ എന്താണോ ചോദിച്ച ജാസ്മിൻ ജ്യൂസ് കുടിച്ചാ ഫിറ്റാവുമെന്ന്. വീട്ടിലുള്ളവരൊക്കെ ഫിറ്റാവുണ്ടോ മോനെ? ജ്യൂസ് കുടിച്ച് ഫിറ്റാവുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ പാട്ട് ഓഫ് ആക്കാൻ പറ. ക്യാമറ ഒക്കെ മൊത്തം ക്യാമറ ഒക്കെ ഇതാവും കേക്കാവും മാറി. നോറ കൂൾ അതൊരു ചെറിയ പൈസ കൊടുത്ത് മേക്കപ്പ് ചെയ്ത നോറയുടെ അവസ്ഥ. നോറ രണ്ടാളും ഒരുമിച്ചേക്ക്. അതെ ആ പ്രതികാരത്തിന്റെ കഥ ഞാൻ പറയാം. ഈ പ്രതികാരത്തിന്റെ കഥ ഞാൻ പറയാൻ പോവാണ്. ഞങ്ങള് നോറയുടെ ബർത്ത്ഡേക്ക് പോയ ടൈമില് നോറ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നു. ഒരു ഫോട്ടോ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നോറയുടെ മുഖത്ത് മൊത്തം കേക്ക് വെച്ചിട്ടു. അതെ അതല്ലടാ JCB കൊണ്ടുപോയി കമുത്തും. അതെ കുളിപ്പിക്കില്ല അതെ. കടലോ പാണ്ടിക്കാട് കുഞ്ഞാന് കടലിൽ മുങ്ങണെന്ന് മുക്കാൻ പറ്റുന്ന ആൺകുട്ടികളുണ്ടോ ചോദിച്ചോ? ഞാനാണെങ്കിൽ കടലിൽ മുക്കും. ഞാനാണെങ്കിൽ കടൽക്ക മുക്കും. എല്ലാരും ഉണ്ട്. അല്ല ഇവരെല്ലാരും ലോ ആംഗിൾ എടുക്കലുണ്ട്. ഇതാണ് ജാസ്മിന്റെ കേരളത്തിലെ ആർമി ധരിക്കുന്നത്. ജാസ്മിന്റെ ആർമിയാണ് ഈ ഓൺലൈൻ മീഡിയ. ഇന്നാണ് നാട്ടുകാർ മൊത്തം ജാസ്മിനെ ചെന്ന് വിളിക്കല്. പക്ഷെ അതല്ല, ഇവിടുത്തെ ഓൺലൈൻ മീഡിയയാണ് ജാസ്മിന്റെ ആർമി. അത് കറക്റ്റ് കിട്ടും. സോ ഗൈസ് ഞങ്ങളെ കല്യാണത്തിന്റെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ എല്ലാം മുടിഞ്ഞു. ഇനി പിന്നെ ഒരു വ്ളോഗിൽ പൊറോട്ടയുണ്ട്, ഇടിയപ്പുണ്ട്, അപ്പമുണ്ട്, ചപ്പാത്തിയുണ്ട്, അരിപ്പത്തിലുണ്ട്, പുട്ടുണ്ട്, പുട്ട് മിക്സുണ്ട്, ഇടിയപ്പം മിക്സുണ്ട്, കൊത്തു പൊറോട്ട ഉണ്ട്. വയറ് നിറഞ്ഞത് കേട്ടോ. അത് രണ്ടേ ഉള്ളു. പെരുന്നാളുണ്ട് ശോഭ വിശ്വനാഥ് യൂട്യൂബ് ചാനൽ